നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് ശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം. നിയമസഭയിൽ അടിയന്തര പ്രമേയമായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. പ്രമേയത്തിന് അനുമതി ലഭിക്കാതെ വന്നതോടെ നിയമസഭയിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വി ജോയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. അതേസമയം സ്ഥലം മാറ്റ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് ഇതിന് മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ല. പരാതി ഉണ്ടെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മന്ത്രി പറഞ്ഞു. പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ ഇടനാഴിയിൽ ഇടം പിടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ചുരുങ്ങിയ കാലയളവിൽ 2000-ഓളം ജീവനക്കാരെ സ്ഥലം മാറ്റി. കുടുംബശ്രീയിൽ നോട്ടീസ് നൽകാതെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. സ്ഥാപിത താൽപ്പര്യക്കാരെ സംരക്ഷിക്കരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ട്രോളുകൾ പങ്കുവച്ചതിന്റെ പേരിൽ വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന സർക്കാരിന്റെ നടപടി കടുത്ത അസഹിഷ്ണുതയാണെന്നാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റം നടന്നുവെന്നും കഴിഞ്ഞ സർക്കാരിനെ ഒരു കാരണവശാലും UDF മാതൃകയാക്കില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബന്ധുവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചില്ല. വകുപ്പ് മന്ത്രിമാർ ആരാണെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ചില സർവീസ് സംഘടനകൾ നൽകിയ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സ്കൂൾ കോളേജ് അഡ്മിഷൻ നടപടികളും വില്ലേജ് ഓഫീസുകളിലെ അധ്യയന വർഷാരംഭ തിരക്കുകളും നിലനിൽക്കുന്ന മെയ് ജൂൺ മാസങ്ങളിൽ വില്ലേജ് ഓഫീസർമാരെ ഉൾപ്പെടെ തലങ്ങും വിലങ്ങും മാറ്റുന്നത് പൊതുജനങ്ങളെ കടുത്ത ദുരിതത്തിലാക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണെന്ന് വി ജോയ് ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവിറങ്ങി. 310 വനിതകൾക്ക് അടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുമ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മെയ് മാസം വിരമിക്കൽ കാലമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. പല തസ്തികകളും അതിനനുസരിച്ച് മാറും. ഒരു തസ്തികയിൽ ആള് മാറുമ്പോൾ 14 ഇടത്ത് മാറ്റം വരുമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. 2016 അനധികൃത സ്ഥലം മാറ്റം സഭയിൽ ഉന്നയിച്ച PT തോമസിന് നൽകിയ മറുപടിയാണിതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തി ചർച്ച വേണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ കാലത്താണ് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ പ്രതികാര ബുദ്ധിയോടെയുള്ള സ്ഥലമാറ്റങ്ങൾ നടന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. അക്കാലത്ത് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് സ്വാഭാവിക നീതി ഉറപ്പാക്കാനും ഭരണ സൗകര്യത്തിനുമുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളതെന്നും ചട്ടലംഘനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഏതായാലും 10 വർഷക്കാലം പിണറായി സർക്കാർ 1-2 തവണ ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെ, അതായത് അവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സഭയിൽ അവർ ഉന്നയിക്കുന്നത് പല കാര്യങ്ങളും. അതിലൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിൽ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഭരണപക്ഷം അവരുടെ വാ അടപ്പിക്കുന്നത് എന്ന് തന്നെ വേണം പറയാം. ഇന്നലെയും സമാനമായ രീതിയിലുള്ള പല കാര്യങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ BJP MLA BB ഗോപകുമാർ അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷ MLA-മാർ അദ്ദേഹത്തെ സഭയിൽ വളയുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒന്നിനും അതുതന്നെ മാതൃകയാക്കില്ല എന്നുള്ള ഉറപ്പ് VD സതീശൻ സർക്കാർ പറഞ്ഞിരുന്നു. ഒരു മാസം പോലും, കൃത്യം ഒരു മാസം ആകുന്നേയുള്ളൂ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട്. അതിനിടയിലാണ് ഇത്രത്തോളം സംഭവങ്ങൾ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് പിണറായിയുടെ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിനെല്ലാം തന്നെ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായിട്ടാണ് ഭരണപക്ഷത്തുള്ള മന്ത്രിമാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നും സഭയിൽ പലതരത്തിലുള്ള നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.